ഹായ് എവരിവൺ, വിസ്മോ ഓഫ് മൈൻഡിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി, സർട്ടിഫൈഡ് ലൈഫ് കോച്ച് ഫ്രം സുജ ആർ മോഹൻ അക്കാഡമി. ഇത് നമ്മൾ നോക്കുന്നത് ഒരു തേർഡ് പാർട്ടി മൂലം നിങ്ങൾ വളരെയധികം മാനസിക വിഷമത്തിലാണോ എങ്കിൽ നമുക്കതിനൊരു എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം, മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു തേർഡ് പാർട്ടി റിലേഷൻ വരുമ്പോൾ ശരിക്കും എല്ലാവരും മാനസികമായി തകർന്നു പോകാറുണ്ട് അല്ലേ. അത് ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ ചതിച്ചു വഞ്ചിച്ചു എന്നറിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതൊരു തകർച്ച. നമ്മളെല്ലാവരും ആ ഒരു പ്രശ്നം വന്നാൽ അനുഭവിക്കുന്നതാണ്. പക്ഷേ മനസ്സിലാക്കണം, ഒരാൾ നമ്മളെ ഉപേക്ഷിച്ച് വേറൊരാളിലേക്ക് പോയാൽ നമ്മൾ അവിടെ തകർന്ന് തരിപ്പണമായി അവിടെ കിടക്കരുത്. നമ്മളവിടെ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് ലവ് വർദ്ധിപ്പിക്കുക. ആദ്യമേ നമ്മുടെ മനസ്സിനെ കൺവേർട്ട് ചെയ്ത് വിടാൻ നമുക്ക് ഏറ്റവും നല്ലൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക. ഫസ്റ്റ് ഇത് ആരോട് ചെയ്തെങ്കിലും, ഒരു സ്ത്രീ പുരുഷനോട് ചെയ്താലും പുരുഷൻ സ്ത്രീയോട് ചെയ്താലും അവരുടെ പിന്നാലെ പോവരുത്. അവർക്ക് പുറകെ നമ്മൾ ചെയ്ത് ചെല്ലും തോറും അവർ നമ്മളെ വിട്ട് അകന്നകന്ന് പോകും. അതിന് നമ്മൾ എന്താ ചെയ്യും? നമ്മൾ അവിടെ നിൽക്കുക, പോസ് ചെയ്ത് അവിടെ നിൽക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് അവിടെ നിന്ന് ഒരു വട്ടം ആലോചിക്കുക. ഇനി ഞാൻ അങ്ങോട്ട് പോകണോ? കുറച്ച് നമ്മൾ പോയി കാണും, പല തിരിച്ചടികൾ നമുക്ക് കിട്ടിക്കാണും, അതിൽ നമ്മൾ മനസ്സ് തകർന്ന് ഒരുപാട് നീറിക്കാണും. പക്ഷെ അവിടെയൊന്നും നമുക്കൊരു നീതി ലഭിച്ച് കാണില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം? തീ പോലെ പൊങ്ങണം. അവിടെയാണ് നമ്മുടെ കരുത്ത് നമ്മൾ തെളിയിക്കേണ്ടത്. പിന്നെ ആ പോസ് ചെയ്ത് നിൽക്കുന്നിടത്ത് അവിടെ നിൽക്കണം. ഇനി എങ്ങോട്ട് പോകണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അങ്ങോട്ട് പോകണോ, സ്വന്തം കാലിൽ നിൽക്കണോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സെൽഫ് ലവ് എടുത്തിരിക്കണം. തീർച്ചയായും നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കാത്തത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളെന്നുള്ള വ്യക്തിക്ക് നമ്മൾ വാല്യൂ കൊടുക്കണം. നമ്മൾ വാല്യൂ കൊടുക്കാത്തപ്പോഴാണ് അവർ പോയത്. അത് നമ്മൾ മനസ്സിലാക്കുക. തെറ്റി ആ പോയതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ സ്വയം ഏറ്റെടുക്കുകയാണ്. ആ വ്യക്തി നമ്മളെ വിട്ട് പോയതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല, നമ്മൾ സ്വയം ഏറ്റെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇന്നലെ വരെ നമ്മൾ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങുക. ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മൾ വർദ്ധിപ്പിക്കുക. സെൽഫ് കോൺഫിഡൻസ് എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? നമ്മുടെ ചിന്താഗതി ഫുള്ളും മാറ്റണം. നമുക്ക് എന്താണോ ചെയ്യാനിഷ്ടം ആ ഒരു ഇഷ്ടത്തിലേക്ക് നമ്മൾ നമ്മുടെ ചിന്തകളെ പ്രവൃത്തികളെ മാറ്റിയെടുക്കണം. നമ്മൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് വിടണം. ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ജോലി നമ്മളങ്ങ് കണ്ടുപിടിക്കണം. ഈ ജോലി ചെയ്താൽ ഞാൻ ഹാപ്പിയാണ്. ഈ വെറുതെ ഇരിക്കാൻ ശ്രമിക്കരുത്. വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പല പല ചിന്തകൾ വരും. അപ്പം നമ്മൾ ഈ വെറുതെ ഇരിക്കുക, നമുക്കിഷ്ടമുള്ളൊരു ജോലി നമ്മൾ സെലക്ട് ചെയ്യുക, നമ്മളത് ചെയ്യുക. നമ്മൾ ആ ഒരു ജോലി വ്യാപൃതമായിരിക്കുക. അതായത് എപ്പോഴും നമുക്കൊരു ഇഷ്ടമുള്ള ജോലി നമ്മൾ ചെയ്യുന്ന അതുകൊണ്ട് ചിന്തകൾ നമുക്ക് വരാതെ നമ്മൾ തന്നെ നമ്മളെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുക. നമുക്കിഷ്ടമുള്ളൊരു ജോലി, നമ്മളൊരു വായിക്കാൻ ഇഷ്ടം, ഒരു പാട്ട് കേൾക്കാൻ ഇഷ്ടം, നമുക്കിഷ്ടമുള്ള നമുക്കൊന്ന് ഡാൻസ് കളിക്കാം. ഇത് നമുക്കൊന്ന് മനസ്സിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് വൈബ്രേഷൻ തലവൊക്കെ ഒന്ന് ഉയർത്താം. ഒരു ഡാൻസ് കളിക്കാം. ചിലപ്പോൾ അന്ന് ഡാൻസ് കളിക്കുമ്പോഴേ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വിങ്ങുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കേണ്ട. പതുക്കെ അത് ഓക്കെ ആയിക്കോളും. നമ്മളൊന്ന് ഡാൻസ് കളിക്കുക. നമ്മളൊന്ന് എന്താ പറയുന്നത്, ഒരു പുസ്തകം എടുത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കഥ വായിക്കാനുണ്ടെങ്കിൽ നമുക്കത് വായിക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ ചിന്തയെ കൺവേർട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാമോ ഒന്ന് പുറത്ത് പോകാം കേട്ടോ. ഏറ്റവും വലിയ ടെക്നിക്കാണ്. നമുക്കൊന്ന് പുറത്ത്, അപ്പം അതുവരെ നമ്മൾ അകത്തായിരിക്കുന്നെങ്കിൽ അപ്പോഴേ നമ്മൾ ഒന്ന് പുറത്ത് പോകണം. അകത്തിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ ചിന്തകൾ നമ്മളിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അകത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടക്കേന്ന് പറയുന്നു പുറത്ത് പോകണം. പുറത്ത് പോകാൻ പറ്റുന്ന സ്ഥലത്തിൽ കുറച്ച് കാറ്റൊക്കെ കൊള്ളാം. കുറച്ചൊരു ഏതെങ്കിലും ഒരു പിന്നെന്താ പറയുന്ന ഒരു ജലാശയം, എന്തെങ്കിലും ഒരു പുഴയോ നദിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തീരത്ത് പോയി നിൽക്കാം. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും. കുറേ ആളുകളെ കാണാം അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ ചിന്തകളെ കൺവേർട്ട് ചെയ്ത് വിടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മിറർ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഈ സെൽഫ് ലവ് വർദ്ധിപ്പിക്കുന്ന ഏറ്റവും നല്ല ഇതാണ് മിറർ പ്രാക്ടീസ്. നമ്മൾ മിററിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഐ എം കോൺഫിഡൻറ്റ്, ഐ എം പവർഫുൾ, എന്നെ തോൽപ്പിക്കാൻ എനിക്കേ പറ്റൂ, എൻ്റെ സന്തോഷം എന്നിൽ മാത്രമാണ്, എൻ്റെ സന്തോഷം നശിപ്പിക്കാൻ എനിക്ക് മാത്രമേ പറ്റൂ. ആ ഒരു
കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിൽ പോയെന്ന് പറയണം. ഐ എം പവർഫുൾ, ഐ എം കോൺഫിഡൻറ്റ്, ഐ എം എൻജോയിങ് മൈ ലൈഫ്, ഐ എം സെലിബ്രേറ്റിംഗ് മൈ ലൈഫ്. എന്നെ തകർക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. ഞാൻ സ്വയം സന്തോഷിക്കും. ഞാൻ വിചാരിച്ചെങ്കിൽ എന്നെ ഒരാൾക്ക് തകർക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്നെ തകർക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്നെ വളർത്താനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേദന നമ്മൾ വളരാൻ വേണ്ടി ഉപയോഗിക്കണം കേട്ടോ. ഒരാൾ നമ്മളെ തകർക്കാൻ ശ്രമിച്ചാൽ ആ വേദന നമ്മൾ വളരാൻ വേണ്ടി ഉപയോഗിക്കണം. മനസ്സിലായോ? അത് ചിലപ്പോൾ നമുക്ക് യൂണിവേഴ്സ് വളരാൻ ഇട്ട് തരുന്ന ഒരു പണിയാവാനും ചാൻസാണ് കൂടുതലും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കംഫർട്ട് സോണിലെങ്കിൽ അവരുടെ ആ ഒരു കംഫർട്ടബിൾ സോണിൽ നമ്മളങ്ങിരുന്നു അത് പൊട്ടിച്ചിട്ട് നമുക്ക് പുറത്ത് കിടക്കണം. അവരില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ അവരെയാണ് കാണിക്കുന്നത്. നമ്മൾ അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കില്ല. അവരില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. അതേപോലെ സ്വയം നമ്മൾ വിശ്വസിക്കണം. നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക, അവരില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. ഫുൾ സെറ്റപ്പ് ഒന്ന് മാറ്റാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് മാറ്റാം. നമുക്ക് ഒന്ന് മുടി ഒന്ന് കട്ട് ചെയ്യണം തോന്നി മുടി കട്ട് ചെയ്യാം. ഒന്ന് പോയി ഫേഷ്യൽ ചെയ്യണമെന്ന് തോന്നി ഫേഷ്യൽ ചെയ്യാം. സ്പാ ചെയ്യാം. കളർ ചെയ്യണമെന്ന് വെച്ചാൽ മുടിക്ക് കളർ ചെയ്യാം. ഇത് നമ്മുടെ മനസ്സിൽ കോൺഫിഡൻസ് തോന്നുന്ന രീതിയിൽ നമ്മളെ ഒന്ന് മാറ്റാൻ നിൽക്കണം. നമ്മൾ കേട്ടല്ലോ, ആ ആൾക്ക് തോന്നണം നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളിപ്പോൾ അവർക്കൊരു വാല്യൂ കൊടുക്കുന്നില്ലെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നണം. ആ രീതിയിലായിരിക്കണം നമ്മളുടെ പ്രവർത്തികൾ. മനസ്സിലായില്ലേ? അപ്പം ഇപ്പോൾ വീട്ടമ്മമാരാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ, ഇപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആവുമൊന്നും ചെയ്യാത്തൊരു സ്വഭാവമാണെങ്കിൽ ഈ ഒരു നമ്മളിതൊക്കെ കാണുന്ന നിമിഷം മുതൽ, അല്ലെങ്കിൽ നമുക്കൊരു മാറ്റം വേണമെന്ന് തോന്നുന്ന നിമിഷം മുതൽ നമ്മൾ രാവിലെ എണീക്കുക, നമ്മളൊന്ന് ഒരുങ്ങുക, നമ്മുടെ ഡ്രസ്സൊക്കെ തലേന്ന ഡ്രസ്സൊക്കെ മാറുക, നമ്മൾ വേണമെങ്കിലൊന്ന് മേല് കഴുകുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്യാം, അങ്ങനെ പറ്റുന്നവർക്കാണെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണം, നമുക്ക് എല്ലാം കഴുകി നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ആ തലേന്ന് കിടക്കുന്ന ലുക്കിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് നമ്മളൊരു ഫ്രഷ് ലുക്ക്. ഇതൊന്നും ചെയ്യാതെ വീട്ടമ്മമാർ ഇങ്ങനെ എന്നും ഒരേ താളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു ഫ്രഷ് ലുക്ക്, നമ്മളൊരു സൺ പ്രൊട്ടക്ഷൻ, ഒരു മോയ്സ്ചറൈസർ ക്രീമും ഒക്കെ ഇട്ട് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഫ്രഷാക്കി, ഒന്ന് പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടിച്ച് നമ്മളൊന്ന് ഫ്രഷായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരും റൂമിൽ നിന്ന്. ഈ ശ്രദ്ധിക്കാത്ത ആളുകൾ ഒന്ന് ശ്രദ്ധിക്കും, ഇവർക്ക് എന്ത് പറ്റി, ഇത്രയും നാളും കൂറ അടിച്ചൊക്കെ നല്ലതല്ലേ. അതുപോലെ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് ഇതായിട്ടുള്ള ഡ്രസ്സുകൾ വീട്ടിലൊന്നും നമ്മളങ്ങനെ അഴുക്കായിട്ട് നിൽക്കാനോ ഒന്നും ചെയ്യരുത്. ആ ആൾ കാണാൻ തന്നെ നമ്മൾ ഇച്ചിരി ചെറിയൊരു സെൻറ്റോ എന്തെങ്കിലും വെച്ച് നമ്മുടെ ദേഹത്തൊരു മണം, നമ്മുടെ ഡ്രസ്സിനൊക്കെ ഒരു ഫ്രഷ്നെസ്, നമ്മളെപ്പോഴും നല്ല എന്താ പറയുന്നത്, ഒരു അഴുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഡ്രസ്സിനെയൊക്കെ സൂക്ഷിച്ച് നീറ്റായി ഇതുവരെ ഇല്ലാത്ത, അതായത് നമ്മൾ നേരത്തെ അങ്ങനെ ആയിരുന്നെങ്കിലും ഒന്നുകൂടെ ഇതെല്ലാം വർദ്ധിപ്പിക്കണം കേട്ടോ. ഒന്നുകൂടെ നമ്മൾ നേരത്തെ ഇങ്ങനെ തന്നെ നല്ല വെൽ ഡ്രസ്ഡായിട്ട് നിൽക്കുന്ന വീട്ടമ്മയാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ഒക്കെ സെറ്റപ്പ് ആവാം. ആ ആൾ നമ്മളെ ശ്രദ്ധിക്കണം. ഈ ആൾ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ആ ആൾക്ക് മനസ്സിലാവണം. അതേപോലെ നമ്മൾ നമ്മുടെ ഡ്രസ്സിങ്ങിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം കേട്ടോ. അതുപോലെ നമ്മളിപ്പം അവരെ ചേസ് ചെയ്ത് പോകരുത്. ഒരു കാരണവശാലും നമ്മൾ അവരുടെ ഭാഗത്തോടെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുന്നു. നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഒരു കോൺഫിഡൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ 10 പൈസ ഉണ്ടാക്കാൻ പറ്റും, നമ്മൾ ആ ഒരു കാര്യത്തിൽ മാത്രം ചിന്തിക്കുന്ന ചിന്തകളെ നമ്മൾ കൺവേർട്ട് ചെയ്ത് വിടണം. നെഗറ്റീവ് ചിന്ത, അതായത് അദ്ദേഹത്തിന് അങ്ങനെ പ്രശ്നമുണ്ട് ഇങ്ങനെ പ്രശ്നം തോന്നുമ്പോൾ നമ്മളതിനെ വിടാൻ പഠിക്കുക. അതായത് നമുക്കിപ്പം ഇന്നൊരാളുമായിട്ട് ആ ആൾക്കൊരു പ്രശ്നമുണ്ട് എന്നാണ് നമ്മളിപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, അത് വേറൊരാളല്ലേ. ആ ആളുമായിട്ട് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫിന് ഇന്ന ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ എത്രത്തോളം ചിന്തിക്കുന്നു ആ പ്രശ്നം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതേസമയം നമ്മൾ ആ ഒരു പ്രശ്നം അവിടെ ഇല്ല എന്ന് ചിന്തിച്ചാലോ, ആ ഒരു പ്രശ്നം അവിടെ ഇല്ല എന്ന് ചിന്തിച്ചാലോ ആ ഒരു പ്രശ്നമില്ല. ആ ഒരു പ്രശ്നം അവിടെ കാണും, പക്ഷെ ആ ഒരു പ്രശ്നം കുറഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ അത് ഇല്ലാതായിക്കോളും. ശരിക്കും ഈ പ്രശ്നത്തിനെ, ആ ഒരു ബന്ധത്തിനെ തഴച്ച് വളർത്തിപ്പിക്കുന്ന ആരാന്നറിയാമോ? വളർത്താനുള്ള വെള്ളവും വളവും എല്ലാം ഇട്ടുകൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ചിന്തകളിലൂടെ നമ്മളതിനെ അട്രാക്ട് ചെയ്തെടുക്കുക. കാരണം ഈ ആൾ ഇന്ന ആളെടുത്ത് ഇപ്പോൾ പോയി കാണുമോ, അവർ സംസാരിച്ച് കാണുമോ, അവരെ വിളിച്ച് കാണുമോ, ഇപ്പം പുള്ളി എവിടെ ആയിരിക്കും, അവരുടെ കൂടെ ആയിരിക്കും. എപ്പോഴും ഈ ചിന്ത തന്നെ ഇട്ട് കൊടുക്കുമ്പം ഇതിലേക്ക് വേണ്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം ആ പുള്ളി പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ആ ആൾ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നമ്മൾ അവരെ മാറ്റാൻ എന്ത് ചെയ്യണം, നമ്മുടെ ചിന്തകളിലുള്ള വളം നമ്മളങ്ങ് നിർത്തുക. ആ ചിന്തകളിലൂടെ ആ ബന്ധത്തെ വളർത്താതിരിക്കുക. അപ്പം നിങ്ങളുടെ ചിന്ത അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ എന്താ പറയുക, അല്ല അദ്ദേഹത്തിന് അങ്ങനൊരു ബന്ധമില്ല, പിന്നെന്തുവാ, ഞാനും അദ്ദേഹവും വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ സമ്പദ് സമൃദ്ധിയോടും കൂടി ഫാമിലിയായിട്ട് ജീവിക്കുന്നു.
എന്ന് നമുക്കതിന് ഓപ്പോസിറ്റായിട്ടൊരു ചിന്ത കൊടുക്കാം. ഞാനും അദ്ദേഹവും എൻ്റെ ഫാമിലി എൻ്റെ മക്കളും എല്ലാം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമ്പൽ സമൃദ്ധിയോടും കൂടി ജീവിക്കുന്നു എന്ന് നമുക്കൊരു ഓപ്പോസിറ്റ് അഫർമേഷൻ കൊടുക്കുക. ചിന്തയെ നമ്മൾ മാറ്റിയിടുക. അപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോഴല്ല നമ്മളതിനെ മാറ്റി കൺവേർട്ട് ചെയ്ത് നമ്മൾ പോസിറ്റീവ് തോട്ടിലേക്ക് മാറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നിരന്തരം നമ്മളെ ഈ നെഗറ്റീവ് തോട്ടിനെ മാറ്റി പോസിറ്റീവ് തോട്ടിലോട്ടാക്കിയാൽ എന്ത് സംഭവിക്കും? അത് ബ്രേക്കപ്പായി പോവുകയും നമ്മുടെ വ്യക്തി നമ്മളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. കാരണം നമ്മളിവിടെ നിരന്തരം പറയുന്ന അഫർമേഷൻ എന്താ? അത് പോയിട്ട് നമ്മുടെ കൂടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അങ്ങനെ ഒരു ബന്ധമില്ല. നമ്മുടെ കൂടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമ്പൽ സമൃദ്ധിയോടും കൂടി അദ്ദേഹം താമസിക്കുന്നു എന്നുള്ള അഫർമേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം എന്നിട്ട് നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മളെ വളർത്തുന്നുണ്ട്. നമ്മളെ തളർത്തുന്നില്ല. നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ നടക്കുന്നുണ്ട്. നമ്മൾ വെൽ ഡ്രസ്ഡ് ആണ്. നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. എല്ലായിടത്തൊക്കെ ഇവൾക്ക് എന്ത് പറ്റില്ല, ഇവന് എന്ത് പറ്റി, അല്ലാതെ അവർ കാണത്തക്ക രീതിയിൽ വളരെ മോശമായി തകർന്നടിഞ്ഞ് മുടിയും കെട്ടാതെ ഒരുങ്ങാതെ ഒരു പുറത്ത് പോകണം, ഒരു അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ പള്ളിയിൽ പോകണം, എവിടെ പോകണം, നമുക്കൊരു പ്രാർത്ഥിക്കണം ഒക്കെ നമ്മൾ പുറത്ത് പോകണം. വീട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ഈശ്വര പ്രാർത്ഥന വേണം അതിൻ്റെ കൂടെ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ലെന്ന് മറ്റുള്ളവർക്ക് ആ ആൾക്ക് തോന്നണം. നമുക്കൊരു പ്രശ്നം നമ്മളെ അത് ബാധിക്കുന്നില്ല എന്ന് തോന്നൽ വരുമ്പോൾ അവർ തന്നെ തനിയെ മാറിക്കോളും. നമുക്കൊരു സെൽഫ് ലവ് വർദ്ധിക്കുമ്പോഴാണ് നമ്മളിലേക്ക് ആളിന് അട്രാക്റ്റ് ആവുന്നത്. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും, മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. ഇതിനേക്കാൾ വലിയൊരു മാർഗ്ഗം അതിനില്ല കേട്ടോ. ഈ തേർഡ് പാർട്ടി റിലേഷനിലൊക്കെ നമുക്ക് ഇവരെ മാറ്റിയെടുക്കാം. അവർ പോലും അറിയാതെ ഈ മാറ്റം വരുന്നത്, അല്ല നമ്മളും അറിയത്തില്ല, നമ്മളിൽ തന്നെ പ്രവർത്തിക്കുക. മാറ്റം ഈ യൂണിവേഴ്സാണ് കൊണ്ടുതരുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ ആദ്യം ചെയ്യുക, സെൽഫ് ലവ് വർദ്ധിപ്പിക്കുക. നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മളെ കോൺഫിഡൻ്റ് ആക്കുക. നമ്മളെന്ന വ്യക്തിക്ക് നമ്മുടെ സന്തോഷം നമ്മളിൽ മാത്രം ഡിപ്പെൻഡഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. വേറെ ആരിലും പോയി സന്തോഷം തേടാതിരിക്കുക. കാരണം വേറെ ആരും നമുക്ക് സന്തോഷം കൊണ്ട് തരത്തില്ല. പിന്നെ നമ്മൾ ഉള്ളിൽ പ്രവർത്തിക്കുക. നമ്മുടെ ഭർത്താവിനോടും കുഞ്ഞിനോടും മക്കളോടും ഒപ്പം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമ്പൽ സമൃദ്ധിയോടും കൂടി ജീവിക്കും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന എവിടെ പോയി ആൾക്കും യൂണിവേഴ്സ് അവിടെ ഇരുത്തത്തില്ല. യൂണിവേഴ്സ് അതെല്ലാം ബ്രേക്കപ്പ് ആക്കിയിട്ട് ഇനി നമ്മുടെ അടുത്തേക്ക് വരണ്ട, നമുക്ക് ആ ആളെ വേണ്ട എന്നുള്ളതാണെങ്കിൽ നമുക്ക് നമ്മുടേതായ ലൈഫ് ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്ത് വേണമെങ്കിലും നമ്മൾ ഈ ഒരു തേർഡ് പാർട്ടി റിലേഷനിൽ പെട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. നമ്മുടെ വിലപ്പെട്ട ജീവിതം അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അത് നശിപ്പിക്കാൻ വേറൊരാൾക്കും അവകാശമില്ല. അതുപോലെ തന്നെ നമുക്ക് തേർഡ് പാർട്ടി റിലേഷന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയ ടെക്നിക്കുണ്ട്. പക്ഷേ ഈ വീഡിയോ ലോങ് ആയി പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ ടെക്നിക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. ഐ എം ഹാപ്പി ഓൾവേസ് എന്ന് പറയണം. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. നമ്മൾ എത്ര സന്തോഷമായിരിക്കുന്നോ അത്ര സന്തോഷം നമ്മളിലേക്ക് വന്നു ചേരും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.